കോൺഗ്രസ് അല്ലേ ജയിച്ച ഇലക്ഷൻ. അപ്പോൾ ഏറ്റവും പൊട്ടത്തരായിരിക്കും ഞാൻ ഈ പറയുന്നത്. ബട്ട് അഭിപ്രായത്തിൽ ഈ 3 പേരിൽ ആര് വന്നാലും ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആവും എന്നുള്ള. എൻ്റെ അച്ഛൻ മന്ത്രിയായ BJP-യോട് പോലും എനിക്ക് പാർട്ടിപരമായിട്ടൊരു ഫേവർ ഇല്ല. കറന്റ് സിറ്റുവേഷൻ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ ആരാവുന്നതാണ് കേരളത്തിൽ മൊത്തം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പിന്നെ എങ്ങനെയാണ് അതിപ്പോൾ ആര് വന്നാലും നാടായിരിക്കണം പ്രയോറിറ്റി. ആൻഡ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇത് ചിലപ്പോൾ ഏറ്റവും പൊട്ടത്തരായിരിക്കും ഞാൻ ഈ പറയുന്നത്. ബട്ട് ഈ എല്ലാ പാർട്ടികളും നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ നിന്നല്ലേ, നമ്മളാരും ശത്രുക്കളല്ല. ഈ പാർട്ടികൾ തമ്മിലൊരു കൊഹീഷൻ വേണം, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അങ്ങനെ വന്നാലേ ഈ നാട് നന്നാവത്തുള്ളൂ, ഓരോ സ്റ്റേറ്റും നന്നായാലേ ഈ രാജ്യം നന്നാവത്തുള്ളൂ. സോ work together, we're all one. This is India, this is Kerala, we're fighting for the same cause. ആ കോസിന് ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരും തമ്മിൽ തല്ലി ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. ഇപ്പോൾ 3 പേര് തമ്മിലുള്ള ഒരു ഇതാണ്, ഒരു ഐക്യമില്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 3 പേരിൽ ആര് വന്നാലും ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അത് ഒരു എക്സ്പെക്റ്റേഷനാണ്. എനിക്ക് ഒരു പാർട്ടിയോട് ഒരു ഫേവർ ഇല്ല. എൻ്റെ അച്ഛൻ മന്ത്രിയായ BJP-യോട് പോലും എനിക്ക് പാർട്ടിപരമായിട്ടൊരു ഫേവർ ഇല്ല. കാര്യം അത് ഞാൻ സത്യം എനിക്ക് പറയാൻ പറ്റും. ആര് വന്നാലും നല്ലതാവട്ടെ. ബിക്കോസ് ഐ വോണ്ട് ടു സീ മൈ സ്റ്റേറ്റ് ആൻഡ് മൈ കൺട്രി ഡു വെൽ. ദാറ്റ്സ് ഇറ്റ്. കോൺഗ്രസ് അല്ലേ ജയിച്ച ഇലക്ഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐ ഫീൽ ലൈക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് അവരാണ് ഈ സ്റ്റേറ്റ് റൺ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. പൊളിറ്റിക്സിനെ പറ്റി ഒരുപാട് ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ചോദിക്കുകയും കൂടെയാണ്. അപ്പോൾ അവരാണ് ഇനി അവരുടെ തീരുമാനങ്ങളെടുത്ത് ഒന്നിച്ച് നിന്ന് ഈ നാട് നന്നാക്കേണ്ടത്, അത്രേ ഉള്ളൂ.